Hi, hello, once again welcome back to our channel c&svlog. ഇന്ന് നമുക്കൊരു അടിപൊളി ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഉണങ്ങിയ ഇലയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ പ്ലാവിലയാണ് എടുത്തേക്കണേ. കുറച്ച് വലിപ്പത്തിലുള്ള ഏത് ലീഫ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ 2 ലീഫാണ് എടുത്തേക്കണേ. അപ്പോൾ ഒരെണ്ണം ചെറുതും പിന്നെ ഒരെണ്ണം കുറച്ച് വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ ലീഫ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലത്തെയാണ് എല്ലാം കിട്ടിയത്. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആ ചെറിയ ലീഫിനാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സൈഡിലായിട്ട് യെല്ലോ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനും താഴേക്കായിട്ട് ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കുക. അതിനും താഴേക്കായിട്ട് കുറച്ച് ഭാഗത്തേക്ക് റെഡ് കളർ കൂടി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ ഒരു സൈഡിൻ്റെ പകുതി ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെയും കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ യെല്ലോ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കണേ. പിന്നെ അതിനും താഴേക്കായിട്ട് ലൈറ്റ് ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അതിനും താഴേക്കായിട്ട് ഡാർക്ക് ബ്ലൂ കളർ കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്കിപ്പോൾ വേറെ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ ഒരു യെല്ലോയും പിന്നെ ലൈറ്റ് ബ്ലൂവും കൂടി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രത്യേക കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേ താഴേക്കായിട്ട് ഡാർക്ക് ബ്ലൂ കളർ കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ലീഫിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മളൊരു ബട്ടർഫ്ലൈയുടെ രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ലീഫിലായിട്ട് നോക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ വെയിൻസൊക്കെ കാണാൻ പറ്റുമല്ലേ. അപ്പോൾ അതിൽ കൂടി ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈയുടെ ചിറക് നോക്കുമ്പോൾ അത് മേലായിട്ട് ഇതുപോലെ കുറച്ച് വരകളും പിന്നെ പുള്ളികളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു ലീഫിൻ്റെ വെയിൻസിൽ കൂടി തന്നെ നമുക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡോട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ലീഫിലത്തെ പെയിൻറ്റിങ് ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ പെയിൻറ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു വലിയ ലീഫ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ഭാഗത്തായിട്ട് യെല്ലോ കളറും പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റും ആണ് അടിച്ചു കൊടുക്കണേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കളേഴ്സൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനി ഇതുമേലായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പറാണ് കേട്ടോ. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ 2 ഐറ്റം ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പ്രസൻറ്റേഷൻ പേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തേക്കണേ. ഇതിനായിട്ട് ഞാനൊരു 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ചെയ്യണേ. അതിൻ്റെ 4 ബോർഡേഴ്സിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് ഒരു അളവ് വെച്ചിട്ടൊന്നല്ല കേട്ടോ നമ്മളത് എടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ 4 സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്.
ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ 2 സൈഡിൽ കുറച്ച് ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ലീവ്സ് ഉണ്ടല്ലോ, അതുമേലായിട്ട് വാർണിഷ് അടിച്ചിട്ട് ഞാനൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിങ്ങോട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കറിയാം ലീവ്സൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകല്ലേ, അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വാർണിഷൊക്കെ അടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമ്മുടെ ചാർട്ട് പേപ്പറിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ ലീഫ് നമ്മൾ ഫ്രണ്ടിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഒരു വലിയ ലീഫ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലായിട്ടും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ലീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നിൽക്കില്ല കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഇങ്ങനെ നമുക്ക് നേരെ വയ്ക്കാനായിട്ട് പറ്റിയ രീതിയിലല്ല, കുറച്ചിങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് നിൽക്കണേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു വലിയ ലീഫിൽ നമ്മളിങ്ങനെ ഫെവിക്കോൾ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടും നമ്മൾ ആ ഒരു യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 3 സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു ബോർഡറായിട്ടൊക്കെ തോന്നുന്ന വിധത്തിലൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലൊരു വൈറ്റ് പേപ്പറാണ് കേട്ടോ വേണ്ടത്. അതിലായിട്ട് നമുക്ക് വിഷസൊക്കെ ഒന്ന് എഴുതിയെടുക്കാം. ഇനി നമ്മുടെ ചാർട്ട് പേപ്പറിലായിട്ട് ഇതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലീഫ് ഒട്ടിച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കാണല്ലോ, അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ വിഷസൊക്കെ നമുക്കൊന്ന് എഴുതിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി വീണ്ടും ആ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഞാൻ അതിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കാണാനായിട്ട് അത്യാവശ്യം ഭംഗിയുള്ള ഒരു കാർഡാണ് കേട്ടോ. പിന്നെ എപ്പോഴും പേപ്പർ വെച്ചിട്ടും പിന്നെ ഗ്രാൻഡായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡൊക്കെ കൊടുക്കണേലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുകൂടി ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.